വേണ്ടിയിട്ടേ നമ്മൾ കുറച്ച് സ്ഥലം, അതായത് ഒരു ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ആക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തൊട്ട് അതിൻ്റെ പണികളൊക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പേളിക്കുട്ടി പറയാ ഞാനൊന്നും ഇല്ലാട്ടോ നിങ്ങൾ വരുന്നില്ല. ചേട്ടനെ വിളിക്കാതിരിക്കുക, നോക്കിയാ രസം. കെട്ടി കൊടുത്താൽ മതി, ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് ഇത് ചുറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ പണികൾ ഇതാ കുറച്ച് ഭാഗം അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം, വയോട്ടാ. അപ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടിക്ക് ഇതാ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകാൻ കേട്ടോ. നമ്മൾ കല്യാണിക്കുട്ടിയെ കിണിങ്ങി ഇരിക്കണേ, കാരണം അവൾക്ക് അവിടെ നിന്ന് എടുക്കുമ്പോഴേ അറിയാം അവളെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്കാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു വിഷമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കല്യാണക്കുട്ടീനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കല്യാണക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വന്ന ചേച്ചിയാണ് കേട്ടോ, പുഷ്പേച്ചി. എന്താ പറയുക, പുഷ്പേച്ചി വന്ന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങളവിടെ എത്തിയത്. അതിന് കുറച്ച് നേരമൊക്കെ പുഷ്പേച്ചിക്കായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. കല്യാണക്കുട്ടി കയ്യിൽ ഒരു പരിചയക്കുറവൊന്നുമില്ല. കല്യാണക്കുട്ടിക്ക് എല്ലാവരും ഒരു പേടിയാണല്ലോ, കാരണം അവൾ നല്ല കുട്ടിയായിട്ട് ഒതുങ്ങി കൂടിയിരുന്നിരുന്നു എൻ്റെ മടിയിൽ. അങ്ങനെ ഞാനും കല്യാണക്കുട്ടി എന്താ ഹോസ്പിറ്റലിലേക്ക് പോയി. നമ്മളിതാ വീട്ടിലെത്തിയിട്ടോ. കല്യാണക്കുട്ടിക്ക് ഡ്രസ്സ് ഇതൊക്കെ വരുമ്പോൾ ഒരു വേദനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾ പാവട്ടോ. എനിക്ക് എപ്പോഴും അത്ഭുതം നമ്മുടെ കല്യാണക്കുട്ടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അത്ര സഹകരിക്കണ ഒരു കല്യാണക്കുട്ടി. കല്യാണക്കുട്ടി അമ്മയുടെ മുന്നിൽ വന്നേ, അമ്മയുടെ മുന്നിൽ വന്നേ. കിടന്നോ, കിടക്കട്ടെ. അമ്മയുടെ മുന്നിൽ കിടന്നാൽ മതിയാ എൻ്റെ പൊന്നെ. അന്നങ്ങനെ കിടക്കും, സമാധാനാവട്ടെ. അമ്മയുടെ മുന്നിൽ കിടന്നാൽ മതിയില്ല. തലോളയിൽ കിടക്കണ്ടല്ലോ, അങ്ങനെ തലോളയിൽ കിടക്കണ്ട. ആരത് കാണണേ, കണ്ണാടിയിൽ ആര് കാണണേ? ശരി ശരി. നമ്മുടെ കല്യാണക്കുട്ടി തന്നെ കിടന്ന് ശീലമില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു കണ്ണാടി ഉണ്ട്, അതിൻ്റെ അടുത്താണ് കിടത്തണേ. അപ്പോൾ അവൾക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരാളുള്ള പോലെ തോന്നുള്ളൂ. അവൾക്ക് കിടക്കാനും മടിയൂല. അപ്പോൾ പൊണ്ണേ ഉഷാറാവില്ലേ ഇത്തിരി ദിവസം കഴിഞ്ഞ. നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് പോകണം. കുറച്ച് രാവിലെ തന്നെ നമ്മുടെ പയറിൻ്റെ ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കഞ്ഞിയിലേക്കൊരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വെച്ചു. എൻ്റെ പേളിക്കുട്ടി പോവാന്ന് പറയുമ്പോൾ റെഡി ആയില്ല. സുന്ദരി മോള്, അത് സുന്ദരി മോള്. അത് കടിച്ച് ഇത് കടിച്ച്. നമ്മൾ പയറിൻ്റെ ഇലയ്ക്ക് പൊട്ടിക്കണേക്കാളും മുന്നേ ഞാൻ നമ്മുടെ തക്കാളി കാട്ടിയതാട്ടാ. കാട്ടി തരുന്നതിൻ്റെ കാരണം എന്താണെങ്കിൽ നമ്മൾ പറഞ്ഞു തക്കാളിക്കൊയ്ക്കും സൂഡാമോണക്സും അതുപോലെ കബച്ച് അങ്ങനെയൊക്കെ തളിച്ചത് കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയേ, അവർക്ക് ഒരു പ്രശ്നമില്ല, നല്ല വളർച്ച വന്നു. കണ്ട അവർ കണ്ട നല്ല വളർച്ച വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്നലെ വന്നിട്ട് ഞാൻ ഇവർക്ക് വടിയും കൂടിയും കുത്തി കൊടുത്ത് കെട്ടി കൊടുത്തു കേട്ടോ. പിന്നെ നോക്കി അതിന്മേക്ക് തക്കാളി ഉണ്ടായി തുടങ്ങി. എന്നതല്ല കണ്ടോ, നല്ല കൊലയായിട്ടുള്ള തക്കാളികളാണ് ഉണ്ടാവണേ. നമ്മുടെ എല്ലാ തക്കാളി തൈ നോക്കിയറിയാം, എല്ലാം അത് ഒരേപോലെ തന്നെയായിട്ടിരിക്കണേ. ആർക്കും ഒരു വളർച്ച കുറവില്ല. ഉണ്ടാ ഇനി കുറച്ച് ചിരടൊക്കെ ഒരു കെട്ടി കൊടുക്കണം. ഇനി കൊമ്പും ചില്ലും തക്കാളി കായ് തുടങ്ങുമ്പോൾ ഇങ്ങനെ വീഴും. അപ്പോഴേക്ക് വീണ്ടും നമുക്ക് കെട്ടി കൊടുക്കണം കേട്ടോ. അതേ സൈഡിൽ അയാൾ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയിട്ട് പയറിൻ്റെ ഇല നുള്ളാം. ഒപ്പം തന്നെ പയറിന് വടിയും കുത്തി കൊടുക്കാറായിട്ടുണ്ട്, കാരണം അവർ തിരി നീട്ടി തുടങ്ങിയിട്ടുണ്ടേ. നമ്മളിതാ വെറുതെ ഇങ്ങനെ കണ്ടോ, ഇത്രയും വെച്ചിട്ടാട്ടോ ഇല ഇങ്ങനെ നുള്ളിയെടുക്കുക.
ഇല പയർ നടുമ്പോൾ ഇല കൂടുതലായാലും പയറുണ്ടാവാൻ ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇല ഇങ്ങനെ നുള്ളിക്കൊണ്ടിരിക്കണം. അപ്പോൾ വേഗം വേഗം പയറുണ്ടാവും ചെയ്യും, നന്നായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പയറിൻ്റെ ഇല കൊണ്ട് തോരൻ വയ്ക്കുമ്പോഴില്ലേ ഭയങ്കര ടേസ്റ്റായിട്ടാണ്. ഞാൻ മുന്നേ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇല്ലേ. മുന്നെന്ന് വെച്ചാൽ നമ്മളെല്ലാ വർഷവും ഇടയ്ക്കിടയ്ക്ക് വെക്കും പയറിൻ്റെ ഇല കൊണ്ടുള്ള തോരൻ. ഇപ്പം അമ്മ വന്ന കാരണേ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് ഞാനിതാ ഇത്രയും ഇല നുള്ളിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പയറിൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കറി വയ്ക്കുക, തോരൻ വെച്ച് വരുമ്പോൾ ഇത്രയോളം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അവിടെ ഒരു തടണ്ട്, അതിൽ നിന്നും കൂടി കുറച്ച് ഇലയും കൂടി നുള്ളിയെടുക്കട്ടെ. ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് ചീര ചെയ്യാൻ കിട്ടി തുടങ്ങും കേട്ടോ. ചീര തൈകൾ തന്നെ അവിടെ ഇവിടെയൊക്കെ മുളച്ചിട്ട് അത്യാവശ്യം വലുപ്പമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഇവിടെ നിന്നും കുറച്ച് ഇല പൊട്ടിച്ചു കേട്ടാ. ഇപ്പം ഞാനൊരു കൊട്ട നിറച്ച് ഇല പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കറിയായിട്ട് വരുമ്പോൾ നോക്കിയാൽ കേട്ടോ ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് പടവലങ്ങയും നിത്യവഴുതനങ്ങയും പൊട്ടിക്കാണ്ട് കേട്ടോ. പടവലങ്ങ ഫസ്റ്റത്തെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അധികം നീളം തല്ല, എന്നാലും പൊട്ടിക്കേണ്ട പ്രായമുണ്ട്. പിന്നെ ഇത് നോക്കിയാൽ ഇതാണ് നമ്മുടെ കിളി ഞാവൽ. പക്ഷേ ഈ കിളി ഞാവലേ എനിക്കിത് മേടിക്കുന്ന സമയത്ത് എൻ്റെ പേര് എന്താ പറയുക, സാധാരണ നമ്മുടെ ഞാവലുണ്ടല്ലോ അത്രയ്ക്ക് വലിപ്പമില്ലെങ്കിലും ഒരുവിധം വലിപ്പം വരുന്നതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഈ മണി തന്നെ ഇത്രയേ വലിപ്പം വരുള്ളൂ. ഇത് ഇങ്ങനെ നിന്നിട്ട് ഒരു നല്ലൊരു കറുപ്പ് കളർ വരും. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. അപ്പോൾ എനിക്ക് കിളിഞ്ഞാവലിനോട് ഇപ്പോൾ വലിയ ഇഷ്ടം തോന്നണില്ല. കാരണം പിന്നെ നല്ല വിറ്റാമിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കാത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ മറ്റേത് നമുക്കൊരു ഞാവൽപ്പഴം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുമല്ലോ. അപ്പോൾ നാടൻ ഞാവൽപ്പഴത്തിൻ്റെ തൈ ഞാൻ നോക്കുന്നുണ്ട് മേടിച്ച് വയ്ക്കാനായിട്ട്. ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും, പക്ഷെ കിട്ടണില്ല. എല്ലാ നഴ്സറികളും പോകുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പറയണേ ഒട്ടും അങ്ങനെ വരുന്നില്ല എന്നത്ര, വെറുതെ സാധാ ഒരു തൈയായിട്ട്. പക്ഷെ നാടിൻ്റെ കയ്യിൽ ഒട്ടായിട്ട് വരികയാണെങ്കിലല്ലേ നമുക്ക് വേഗം ഉണ്ടായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അതുകൊണ്ട് പൊട്ടിക്കാം. ഇതാണ് നമ്മുടെ പടവലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഭംഗി, പെട്ടെന്ന് നമുക്ക് അയ്യോ നോക്കിയെന്നൊക്കെ പറയാനായിട്ട് ഇഷ്ടപ്പെടുക കിട്ടിയത് നല്ല നീളമുള്ള പടവലാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ കിട്ടിയത് ഇത് പറഞ്ഞാൽ ചെറിയതാട്ടോ. പക്ഷെ കറിയൊക്കെ വെക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപ്പും പടവലയും കൂടി കറി വയ്ക്കാനും ഒക്കെ പറ്റുക ഇത്രയും പോകുന്ന പടവലങ്ങ കേട്ടോ. അപ്പോൾ ഈ പടവലങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേയിട്ട് ആദ്യം നമുക്ക് നിത്യവഴുതനങ്ങ പൊട്ടിച്ചെടുക്കാം. നിത്യവഴുതനങ്ങ നോക്കിയാൽ താഴെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നോക്കിയേ നമ്മുടെ ഈ ഒരു നിത്യവഴുതനങ്ങയുടെ കട ഭാഗത്തുനിന്ന് തൊട്ട് തന്നെ കണ്ട നോക്കി കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്ത് രസം ശരിക്കും ഇത് തോര വയ്ക്കുമ്പോഴെന്നറിയോ. കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല, കുറവാന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കിവിടെ എന്താ അധികം പണിയില്ല, കേടും വരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു എന്താ പറയുക സംഭവമായിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ പയറിനെ സംബന്ധിച്ച് നമുക്കറിയാം മണ്ടരി വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ പയറുണ്ടായി തുടങ്ങുമ്പോൾ അതിന് നീരീറ്റി കുടിക്കുന്ന പ്രാണികൾ വരിക അങ്ങനെയൊക്കെ ഉണ്ട് പയറിന്. നേരെ മറിച്ച് നമ്മുടെ നിത്യവഴുതനങ്ങ ചതുരപ്പയർ ഇത് രണ്ടിനും ഞാൻ നോക്കിയിട്ട് ഒറ്റ കേടുകൾ വരുന്ന പോലെ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. തൈ വെച്ച് കൊടുക്കും, നമ്മൾ കവച്ച് തെളിച്ച് കൊടുക്കും, ചാണകം വെള്ളം നല്ല നേർപ്പിച്ചിട്ട് അതിങ്ങനെ ഒഴിച്ച് കൊടുക്കും, അത്രേ ചെയ്യണുള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട, സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് മാത്രമല്ല കേട്ടോ, വെയിൽ വേണം കേട്ടോ, അത്യാവശ്യം വെയിൽ വേണം. അപ്പോൾ നമുക്കുള്ളതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പയറിൻ്റെ എല്ലാം ഇവിടേക്ക് ഇരിക്കട്ടെ. താഴെ തന്നെ തുടങ്ങാം പൊട്ടിക്കൽ.
നമുക്ക് ഇനി അവിടെയും കൂടി ഉണ്ട് കേട്ടോ, എന്താ പറയുക, നിത്യവൈദ്യനിങ്ങ. അപ്പം ഞാൻ ഇവിടുത്തെ നിത്യവൈദ്യനിങ്ങ എന്തായാലും ഇപ്പോൾ പൊട്ടിച്ച് അവസാനിപ്പിച്ചു. ഇനി നമ്മുടെ പടവലയും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് അവിടേക്ക് പോവാം. ഇവിടെ പറഞ്ഞ കൂടി നിൽക്കാണ്ടല്ലോ. അപ്പം നോക്കി ഇവിടുന്ന് ഇത്രയും നിത്യവൈദ്യനിങ്ങ കിട്ടി. എന്ത് ഭംഗിയാ നോക്കി കാണാൻ. ഒരു പശയുണ്ട് കേട്ടോ, കണ്ട. എന്ത് ഭംഗിയുള്ള പടവലം. നമ്മുടെ പയറിൻ്റെ ഇലയും കൂടി എടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. പയറിൻ്റെ ഇല വാരി തുടങ്ങി. ഇതൊക്കെ ലാസ്റ്റ് പയറിൻ്റെ ഇല പൊട്ടിച്ചാൽ മതിയായിരുന്നു, എനിക്കിപ്പോൾ തോന്നുന്നു. ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നോക്കി നമ്മുടെ ചതുരപ്പയറുണ്ടാവണേ കണ്ടോ. ഇന്നിപ്പോൾ ഉണ്ടായി നിൽക്കുന്ന ചതുരപ്പയറും കൂടി പൊട്ടിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഫസ്റ്റത്തെ ചതുരപ്പയറാണ് കേട്ടോ. അത് കാരണം എന്തായാലും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ചതുരപ്പയർ ആദ്യം പൊട്ടിക്കാം. കത്രേ നാശമായിട്ടുണ്ട്. നമ്മുടെ പേളിക്കുട്ടി വന്നിട്ട് കടിച്ചിട്ടുണ്ട്, നാശമാക്കി നോക്കണേ കേട്ടാ. ചതുരപ്പയർ അത് മൂത്ത് കഴിഞ്ഞ് ഒന്നിനും കൊള്ളില്ല കേട്ടാ. ചതുരപ്പയർ പിന്നെ നന്നായി ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ. കാരണം എന്താണെന്നറിയോ, ഇലയുടെ കളറും ചതുരപ്പയറിൻ്റെ കളർ ഓരോ പോലെ ഇരിക്കുക. നമുക്ക് തിരിച്ചറിയില്ല. നന്നായി നോക്കിയിരുന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയും ചതുരപ്പയർ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതുമ്പോൾ നോക്കിയേ, നിത്യവൈദ്യനിക ഉണ്ടായി നോക്കണേ, നിറച്ചുണ്ടായി നോക്കണേ. എണ്ണ പറ്റില്ല, അത്ര അധികം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ, ചുറ്റി പിടിക്കുക. അതേ കട ഇവിടെ നിന്ന് തന്നെ മുന്നേ കാട്ടുന്ന പോലെ തന്നെ ഇതിൻ്റെയും ഈ കടയ്ക്കുന്നത് ഫുള്ള് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ദറ്റം വരെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. എവിടെ നോക്കിയാലും നിത്യവൈദ്യനിക കാണുന്ന പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. നമുക്കിതും പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിയേ, പൊട്ടിച്ചിട്ട് കഴിയണില്ല. അപ്പോൾ ഇത് ഇത്രയും നിത്യവൈദ്യനിക നമ്മളിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രണ്ട് ദിവസം ഒന്നും വേണ്ട, നാളെ വന്നാൽ നമുക്ക് ഇതേപോലെ പൊട്ടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വീണ്ടും വരണം. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പയറിൻ്റെ ഇല ഇരുന്ന് വാടി തുടങ്ങി. അതാണ് ഏറ്റവും സങ്കടമായത്. ചെയ്ത് വീട്ടിൽ തരുമെന്ന് പറയുന്നത് ഞാൻ അതായിരുന്നു. പയറിൻ്റെ ഇല ഓടി വന്ന് ആദ്യം പൊട്ടിച്ച്. അപ്പോൾ നമുക്ക് പോവാം. അതെ എത്രയും സ്ഥലങ്ങൾ നമ്മളിന്ന് പൊട്ടിച്ചെടുത്ത്. ഓണം കഴിഞ്ഞു, വെയിലൊക്കെ ഒന്ന് ഉദിച്ച് തുടങ്ങി. ഇനിയൊക്കെ ഇവിടുന്ന് പച്ചക്കറികൾ നന്നാവും തന്നെയാണ് കേട്ടോ വിചാരിക്കണേ. പേളിക്കുട്ടി അയ്യോ, പേളിയേ കഴിഞ്ഞെൻ്റെ വാ പൂവ് നമുക്ക് വീട്ടിൽ എവിടെ അയ്യോ. എൻ്റെ മോള് പാവം വന്നു കഴിഞ്ഞാൽ പിന്നാലെ ഇങ്ങനെ നിൽക്കും. വാ പൊന്നോ. അടി അത് ചുണ്ടിരിമണി അടി. പേളിക്കുട്ടി പറയാ ഞാനൊന്നും ഇല്ലാണ്ടൊന്നും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരും വഴിക്ക് അലീൻ്റെ വീട്ടിലത്തെ കവുങ്ങും പട്ട വീട് എടുക്കണ്ടായിരുന്നു, അത് വലിച്ചിട്ട് വരണ അവള്.
ടൈസും കുട്ടി ആ നല്ല പയറുണ്ടല്ലോ കിട്ടിയിട്ടുണ്ടല്ലോ. ഉപ്പേരി വെക്കല്ലേ? ആ അപ്പൊ നമ്മള് പയറിലേക്ക് നന്നായി കഴുകി വെള്ളമൊക്കെ വാരി ഒരു അരിപ്പ് പാത്രത്തിലായിട്ടോ കഴുകി വാരി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് അരിഞ്ഞെടുക്കാം. അമ്മയും കൂടി ഉള്ള കാരണേ പണി കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക്. നമ്മളിങ്ങനെ പൊട്ടിച്ചേല ഓരോ തലങ്ങൾ ഒരുമിച്ച് അടക്കി വെച്ചിട്ട് നല്ല കണ്ണും കുറവില് വേണം ഇത് അരിഞ്ഞെടുക്കണെങ്കിലേ. പയറിന്റെ അലിക്കല് പ്രത്യേകിച്ച് ഇതില്ലമ്മേ നല്ല കണ്ണും കുറവില്ല. എത്രയോ കണ്ണും കുറച്ച് അരിയാൻ പറ്റുന്നു, അത്രയും കണ്ണും കുറവില്ല അരിയും കേട്ടാ. കണ്ടു ഇതേപോലെ നൈസായിട്ട് എല്ലാം അരിഞ്ഞെടുക്കണം കേട്ടാ. കാരണം പയറിന്റെ അരിക്കുന്ന നല്ല വേവുണ്ട്. എത്ര നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്താലും ഇത് ഉടങ്ങി അതിനൊന്നും ഉണ്ടാവില്ല. അരിഞ്ഞെടുത്ത് നമ്മുടെ പയറിൻ്റെ ഇല ഉണ്ടല്ലോ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം നമ്മുടെ പയറിൻ്റെ ഇലയ്ക്ക് നല്ല വേവുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്താ പറയുക കലത്തിലൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചാൽ കുറേ സമയം പിടിക്കും. കുക്കറിലാകുമ്പോൾ ഒരു 3 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്ന് ഉപയോഗിക്കാനും പറ്റേ. പിന്നെ നമുക്കതിലേക്ക് ഇത്തിരിയോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടരുത്, കാരണം പയറിൻ്റെ ഇല വെന്ത് കഴിഞ്ഞാൽ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ഇല കണ്ടിട്ട് അങ്ങനെ ഉപ്പിട്ട് കൊടുക്കരിക്കോട്ടെ. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ എപ്പോഴും ഉപ്പിടുമ്പോൾ. കൈ കൊണ്ട് നമ്മൾ എല്ലായിടത്തേക്കും ഉപ്പൊക്കെ ഒന്ന് ആവേണ്ട രീതിയിൽ ഒന്ന് തിരുമ്പി കൊടുത്തിട്ട് നമുക്കിതാ തീ കത്തിച്ച് അടപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പയറിൻ്റെ ഇല ഇവിടെ ഇരുന്ന് വേവട്ടെ. ഒരു 3 വിസിൽ ഫുൾ തീയിൽ തന്നെ വന്നോട്ടെ കേട്ടോ. അതാ ഇതിലത്തെ പ്രഷർ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഇതേപോലെയാണ് ഇരിക്കണേ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കണ്ടോ ഇതേപോലെ 3 വിസിൽ അടിച്ചിട്ടും കണ്ടോ നമ്മുടെ പയറിൻ്റെ ഇലയ്ക്ക് നോക്കി ഒരു കുഴപ്പമില്ല. കണ്ട ഇതേപോലെ വളർന്നിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ. കാരണം ഇതിലത്തെ വെള്ളം നമുക്കൊന്ന് പിഴിഞ്ഞ് കളയണേ. നമ്മുടെ പയറിൻ്റെ ഇലയിലേക്ക് ഇത്തിരി മസാല റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഉണക്കച്ചെമ്മീനാണ് നമ്മളിതാ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചീനിച്ചട്ടി പുകയണത് നോക്കണ്ട, മൺചീനിച്ചട്ടി ആയിക്കാണ്ട് നന്നായിട്ട് ചൂടാവണം. അപ്പോൾ കഴുകിയിട്ടുള്ള ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ അത് ഇടുന്നോട് കൂടിയിട്ടാട്ടോ ഇങ്ങനെ പുകയണത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെമ്മീൻ ഒന്ന് വറുത്തത് പാകമായി വന്നപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ചെമ്മീൻ വറുത്തതിലേക്ക് ഉണ്ടല്ലോ ഇതാ 2 ചുവന്നുള്ളി, അതേപോലെ തന്നെ എരിവിനനുസരിച്ച് നല്ല ചൂനിയ മുളക് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം നമുക്ക്. കണ്ടോ ഇതേപോലെ നമ്മളിതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പയറിൻ്റെ ഇല നോക്കി നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്കിതാ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഈ പയറിൻ്റെ ഇലയിൽ ഒരു കട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ കട്ട് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ടത്. കണ്ടോ നമ്മൾ തീരെ വെള്ളം ഒഴിക്കാണ്ടാണ് പയറിൻ്റെ ഇല വേവിച്ചെടുത്തത്. എന്നിട്ട് പോലും കണ്ടതിലെ വെള്ളം വരുന്നത്. ഈ വെള്ളം മുഴുവൻ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തീരില്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് കളയണം കേട്ടോ. ഇതാ എന്നിട്ട് നോക്കി നമ്മളിതിലിടുമ്പോൾ അങ്ങനെ കൈ കൊണ്ട് തന്നെ വളർത്തിയിടുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് അവസാനം ആകുമ്പോൾ ഇത് ഓരോ വട്ടം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തിയിട്ട് കഴിഞ്ഞാൽ അവസാനം ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഓരോ വട്ടം പിഴിയുമ്പോൾ ഇതേപോലെ ഇട്ടാൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കി എല്ലാം അത് നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ പയറിൻ്റെ ഇലയിലത്തെ ഈ വെള്ളം കേട്ടോ കുറേ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞ് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്കിത് സൂപ്പ് പോലെ ഈ ചാറ് മാത്രം എടുത്ത് ഉപയോഗിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ കണ്ടോ ഇതേപോലെ വെള്ളം നമുക്ക് പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടി. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ കണ്ട
പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേപോലെ വളർത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പയറിൻ്റെ ഇലയിലേക്കുണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ ഈ മസാല കൂട്ടുണ്ടല്ലോ, അതായത് പച്ചമുളകും ഉള്ളിയും ഉണക്കച്ചെമ്മീനും കൂടി വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കതിലേക്ക് ഒരു ഇത്തിരിയോളം പച്ച വെളിച്ചെണ്ണ കേട്ടോ, ഒരു ഇത്തിരിയോളം മതി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഉപ്പ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും ചെറുതായിട്ട് ഉപ്പിൻ്റെ ഒരു അംശമുണ്ട്. അപ്പോൾ കൂടാതെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഒരു തുണ്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ശരിക്കും ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്പി എല്ലായിടത്തേക്കും യോജിപ്പിക്കണം, എങ്കിലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കൈകൊണ്ടല്ല, കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. കണ്ടോ, കൈ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞതാ നമ്മുടെ പയറിലത്തോല റെഡി ആയിട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അമ്മ നോക്കിയമ്മ, കഴിച്ചേക്കേ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? രസമല്ലേ? ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അന്നും വല്ലാണ്ട് ഇതേപോലെ ഞാൻ പക്ഷേ ചെമ്മീൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നില്ല. ചെമ്മീൻ ഇടാണ്ടോ നമ്മൾ ഉണ്ടാക്കിയത്? ചെമ്മീൻ ഇല്ലേ? നല്ല രസമല്ലേ? ഷായട്ടിനെ എത്തി, അപ്പം നന്നായി. ഞാൻ ഷായട്ടിനെ വിളിക്കാതിരിക്കുക, നോക്കിയാ രസം. അമ്മയുള്ള സമയത്ത് പയറ് നട്ട് തുടങ്ങി, ഇല വന്നു തുടങ്ങിയ തൊട്ട് അമ്മ ദിവസം എന്ന് പറയാം അതേപോലെ അമ്മ വെക്കായിരുന്നു അന്ന്. അതന്നെ ഞാനിപ്പോ. പക്ഷെ നമ്മള് എനിക്ക് അമ്മയ്ക്ക് വരുമ്പോഴാണ് വെക്കാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നേ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴല്ലേ കാണല്ലേ, അപ്പൊ പിന്നെ വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോവും. അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ വെച്ച് വയ്ക്കാമല്ലോ കേട്ടോ, പയറിൻ്റെ ഇലയ്ക്ക് വീട്ടിലുണ്ടെങ്കിൽ. അപ്പം ഇത് അടിപൊളി. നമ്മുടെ ഇന്ന് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ കറികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നിട്ട് കറികളൊക്കെ വെച്ചോളാം. പയറുപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ അയിലക്കറി ഉണ്ട്. ഇന്ന് ഇതാണ് കേട്ടോ ഞങ്ങളുടെ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് ഭാഗം അവർക്ക് നല്ലൊരു ഭംഗി പോലെ ഒരു പാർക്ക് പോലെയൊക്കെ ഒന്ന് ആക്കി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തൊട്ട് നമ്മുടെ പണി തുടങ്ങണം കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ചായ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം നമ്മുടെ പണികൾ ഇതാ കുറച്ച് ഭാഗം അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ ഒരു സൈഡ് ഇങ്ങനെ. അപ്പം എന്തായാലും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഏരിയ ഉള്ള കാരണേ കണ്ടോ, കുറച്ച് ദിവസം പിടിക്കും കേട്ടോ. നമുക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞ് വരാനായിട്ട് കുറച്ച് ദിവസം പിടിക്കും. എന്നാലും തുടങ്ങി കിട്ടിയപ്പോഴേ നമുക്കൊരു സന്തോഷം. കുട്ടിപ്പട്ടാളങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഏരിയ നല്ല ഭംഗിയാക്കി തരുന്നിട്ടാന്നൊക്കെ പറയുമ്പോൾ അറിയണില്ല. മുഖത്ത് നോക്കി നിൽക്കുന്നുണ്ട് അവര് നമ്മൾ സംസാരിക്കണത്. അപ്പം അങ്ങനെ പണിയൊക്കെ ഇവിടെ നടക്കട്ടെ. നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടോ. റീന ജോണിയുടെ സഹോദരൻ്റെ മകൻ റിച്ച് എന്ന് വിളിക്കുന്ന റിച്ചാർഡ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സെപ്റ്റംബർ 13. അപ്പോൾ സെപ്റ്റംബർ 13 ബർത്ത്ഡേ ആഘോഷിച്ച റിച്ചുവിന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാം കേട്ടോ. സുബൈദ, ഹായ് സുബൈദ. ഷാഹിന, ഹായ് ഷാഹിന. വിൻസി, ഹായ് വിൻസി. ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. അയ്യോട്ടാ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഉണ്ടല്ലോ പഴയ ഉഷാറും ഇല്ല കേട്ടാ. കല്യാണിക്കുട്ടി അടുത്തില്ലാത്തൊരു ഉഷാറ് മുഴുവൻ നമ്മുടെ ആങ്ങളമാർക്കുണ്ട്. ഇപ്പം നമ്മളൊന്ന് ഇറങ്ങിയാൽ മാത്രം ഒരു ഉഷാറുള്ളൂ, അല്ലെങ്കിൽ അവരിങ്ങനെ അനങ്ങാണ്ട് കിടക്കും. ഒരു തിക്ക് തിരക്ക് ബഹളം ഒന്നുമില്ല. മർഡോണമോനൊക്കെ ഇരിക്കണോക്കി എല്ലാം മനസ്സിലായ പോലെ നമ്മുടെ പൊന്നുണ്ണെ കല്യാണിക്കുട്ടിനെ തരാട്ടാ. റൊണാൾഡോ മോനും തരാം, എല്ലാവർക്കും തരാം കേട്ടോ. മെസ്സി കൂട്ടനോ എല്ലാവർക്കും തരാം കേട്ടോ. നമ്മളിവിടെ ഉണ്ടെങ്കിൽ അവർ ആക്റ്റീവായി, നമ്മളിവിടെ ഇല്ലേ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ പിന്നെ കല്യാണിക്കുട്ടി കാണാം. ഇപ്പോഴെനിക്ക് മനസ്സിലായി ഇവരുടെ ആ ബഹളം ഇവരുടെ ഉഷാറും കല്യാണിക്കുട്ടി എന്നുള്ളത്. ചാക്കി മറ്റേ റൊണാൾഡോ പൊന്നാണോ? എൻ്റെ റൊണാൾഡോ പൊന്നാണോ? കിണുക്ക് കൂട്ടം മതി.
നമ്മളെ അവിടുത്തെ പറമ്പിലേക്ക് തന്നെ പോവാം. കാരണം നമ്മളെ പയറിന് കുറച്ച് വടിക്കുത്തി കൊടുക്കാറായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ എന്താ പറയുക, അന്ന് അണ്ണൻ വന്നപ്പോൾ റംബുട്ടാൻ്റെ കൊമ്പും ചില്ലയ്ക്ക് വെട്ടിയിട്ട് ഇതൊക്കെയും ഇലയൊക്കെ ഇതാ കൊഴിഞ്ഞ് ഇങ്ങനെ നല്ല ചില്ലകളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് അങ്ങോട്ട് പോകണത്. അംബ്രൂസേ റൈസും കൂട്ടാ. പേലിക്കുട്ടി വേഗം ഓടി. അവൾക്ക് ഞാൻ പയറിൻ്റെ അവിടേക്ക് വരണ്ടേന്ന് വരെ മനസ്സിലായി. അവൾ ആദ്യം ഓടി വന്നത് ഇവിടേക്ക് കേട്ടോ. നോക്കിയേ, എല്ലാം കൂടി എടുക്കട്ടെ ഞാൻ. എല്ലാം ഉണ്ടെങ്കിൽ താഴുള്ളൂ, എന്താ പറയുക, ഒരു ഡ്രൈ ആയിട്ടിരിക്കണ പോലെ നല്ലൊരു വെയിലുദിച്ചേ. ആദ്യം എല്ലാം കൊണ്ടേ ഇടയിലെ ഓരോ കുഴി കുത്തട്ടെ. അപ്പം നേരെ നമുക്ക് വടി കൊണ്ട് അതിൽ താത്തി വെച്ചാൽ മതിയല്ലോ. കുറ്റിപ്പയറായ കാരണം കുറേ വടി കുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അപ്പോൾ നമ്മുടെ ഈ സൈഡിലത്തെ പയറിനെ കുത്തി കൊടുക്കൽ കഴിഞ്ഞു. ഇനി അവിടേക്ക് പോവാം കേട്ടോ. അയ്യോ, ഏളാങ്ക് എടുത്തില്ല. ഏളാങ്ക് അവിടെ വെച്ച് പോന്നു. തിരി നീട്ടി തുടങ്ങുമ്പോഴേ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് പടർന്ന് കയറും ചെയ്യും, വേഗം പയറുണ്ടാവും ചെയ്യേ. ഇത് നമ്മുടെ കൊള്ളി തറികളാട്ടാ ഈ കുത്തി കൊടുക്കുന്നത്. മതി. നമുക്ക് എന്താ പറയുക, നീളമുള്ള പയർ. അപ്പം അതിന് നമ്മൾ കയറ് കെട്ടിയിട്ടാണ് കൊടുക്കുന്നത്, അതായത് പടർത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എനിക്ക് ഷായയുടെ 2 കാല് കുഴിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ഒരു പപ്പ നിൽക്കുന്നുണ്ട്, ആ പപ്പയമ്മ കേട്ടാട്ടെ കെട്ടണേ. മുകളിലേക്ക് നോക്കിയിട്ടേ കയറ് കെട്ടുമ്പോഴേ കയറിൻ്റെ പൊടി കണ്ണിലേക്ക് കൊഴി, അത് ഞാൻ കണ്ണടയ്ക്കണേ.
ഈ പപ്പയുടെ കാലാവധി കഴിഞ്ഞതായിട്ട് പപ്പക്കായ ഇല്ല. പക്ഷേ എന്തായാലും നമ്മുടെ പയറുണ്ടായി നിൽക്കണ വരെ ഈ പപ്പ നിൽക്കും. അതാണ് ഇത് അങ്ങനെ കെട്ടിയത്. അങ്ങനെ തന്നെ ഇപ്പുറത്തെ ഒരു പപ്പയുണ്ട്. അപ്പം നീളത്തിൽ കിട്ടിയല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ടാണെന്നറിയാം, നമ്മൾ പയറ് വലുതായി വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ കയറുപിക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്ന ടൈമിലാണ് അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ പടർന്ന് കിട്ടുള്ളൂ. പയറിനെ പതുക്കെ ഇങ്ങോട്ട് ചുറ്റി കൊടുക്കും. അപ്പോൾ നമുക്ക് കയറി പോക്കോളൂ. കണ്ടോ, ഇതേപോലെ ചുറ്റി കൊടുക്കണം. ഈ പയറുമ്പിക്കൊക്കെ നമ്മൾ വാഴയുടെ വള്ളിയില്ലേ, അത് ഈ കയറുമ്പോൾ കെട്ടിയിട്ട് ഇങ്ങോട്ട് കെട്ടിഞ്ഞാത്തിടാം. ഞാനൊരു വാഴവള്ളി എടുക്കട്ടെ. വാഴയുടെ വള്ളി എന്ന് പറയുന്നത് ഇങ്ങനത്തെ വാഴപ്പോളാട്ടാ. ഇങ്ങനെ ഇട്ടാൽ മതി, ഇമ്മ തന്നെ ചുറ്റി പിടിച്ചോളൂ. നമുക്കിതിൻ്റെ ഒരു തല നമ്മുടെ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ടല്ലോ, അതല്ല പയറിന് കാല് കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഇതുമിക്കായിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് ഇത് നമ്മൾ ചുറ്റി കൊടുക്കുക. പെട്ടെന്ന് കയറി അടുത്ത വീഡിയോ ആകുമ്പോൾ നോക്കിക്കോളട്ടെ, ഞാൻ നമ്മൾ കയറ്റിയിട്ട് കാട്ടിത്തരാം. അപ്പം ഇന്ന് ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളാട്ടോ ഞാനിന്ന് ചെയ്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ വലിയ പണികളൊന്നും ഒന്നും എടുക്കണില്ല. കാരണം നമുക്ക് അവിടെ പണിക്കാരുണ്ടല്ലോ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ എന്താ പറയുക, പാർക്ക് റെഡിയാക്കണ പണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കാണാനൊരു ഇൻട്രസ്റ്റും പിന്നെ നമ്മളവിടെ ആവശ്യമുണ്ട് അവർക്ക്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിലേക്ക് വിളിക്കുകയും ചെയ്യും. അപ്പം ഇനി അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനി അടുത്ത ദിവസം അടുത്തുകൂടിയായിട്ട് കാണാം കേട്ടോ. അപ്പം ഞങ്ങളിത് ഒരു സിനിമയ്ക്ക് പോകാട്ടാ. നമുക്കിവിടെ അടുത്താട്ട തിയേറ്റർ, നമ്മുടെ ഫൺ തിയേറ്ററിലേക്കാട്ടോ നമ്മൾ പോണത്. നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ലോക സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഈ സ്റ്റെപ്പ് കയറാനാണ് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം തിയേറ്ററിലൊക്കെ പോകുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴും അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, സ്റ്റെപ്പ് കയറി വരുമ്പോൾ.